ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ADGP എം ആർ അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ പരസ്പരം പഴിചാരി ഭരണ പ്രതിപക്ഷങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദൂതനാണ് എം ആർ അജിത് കുമാർ എന്ന ആവർത്തിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ CPM-ഉം BJP-യും രംഗത്തെത്തി. തൃശൂരിൽ BJP-ക്ക് വേണ്ടി വോട്ട് മറിച്ചത് കോൺഗ്രസ് ആണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ADGP RSS കൂടിക്കാഴ്ച ആരുടെയൊക്കെ അന്തർധാരയ്ക്ക് തെളിവെന്നതിലാണ് തർക്കം. CPIM BJP ഒത്തുകളിയെന്ന ആരോപണത്തിൽ UDF ഒറ്റക്കെട്ടാണ്. എം ആർ അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് VD സതീശൻ ആവർത്തിച്ചു. അതുപക്ഷേ പൂരം കലക്കാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂർ പൂരം കലക്കാനാണ് ഇവർ തമ്മിൽ കണ്ടതെന്ന്. ഇവർ തമ്മിൽ കണ്ടപ്പോൾ BJP-യുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സംഘപരിവാറിൻ്റെ കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ADGP വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷ്വറൻസ്, അതിന് ഞങ്ങൾ സഹായിക്കാം, ഞങ്ങളെ ഉപദ്രവിക്കരുതാണ്. തൃശൂരിലെ BJP-യുടെ വിജയം വിശ്വാസികളെ അപമാനിച്ചു നേടിയതാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. LDF-ഉം BJP-യും ജനങ്ങളെ പറ്റിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. തന്നെ ഒഫീഷ്യൽ സംവിധാനം ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു കൃത്രിമ വിജയം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് ബഹുജനം അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞേ പറ്റുള്ളൂ. സഖ്യകക്ഷിയായ CPI-യെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാദം VD സതീശനിലേക്ക് തിരിച്ചുവിടുകയാണ് CPIM. തൃശൂരിലെ കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധം. കോൺഗ്രസ് ആണ് വോട്ട് മറിച്ചത്, കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ഉയർന്നു വന്നത്. ആ പാർട്ടിയെ നയിക്കുന്നവർ പോലും ശാഖക്ക് കാവൽ നിന്ന പാരമ്പര്യം പറയുന്നവരാണ് എന്നുള്ളതാണ് പ്രശ്നം. എം ആർ അജിത് കുമാർ RSS നേതാക്കളെ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളെയും കണ്ടിട്ടില്ലേയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അജിത് കുമാർ VD സതീശന്റെ അടുത്ത സുഹൃത്താണ്. അക്കാര്യം ആരും ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ട്? പൂരം കലക്കിയല്ല തൃശൂരിൽ BJP ജയിച്ചതെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.